ഇരിപ്പ് നോക്കിക്കേ, ഒളിച്ചും പാത്തും കളിക്കൊന്നല്ല കേട്ടോ, ആവി പിടിക്കുകയാണ് ആശാൻ. 2 ദിവസമായിട്ട് നല്ല തുമ്മലും ജലദോഷമായിട്ട് ഇന്നും സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. വൈകിട്ടായപ്പോ കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോ കിട്ടി, നമ്മുടെ മധുരക്കിഴങ്ങേ. ഒരുമാതിരി എല്ലാ രോഗത്തിനും ഏറ്റവും അടിപൊളി ഒരു സാധനമാണ് കേട്ടോ ഇത്. അങ്ങനെ അതിനെ കഴുകി തേച്ച് കുട്ടപ്പനാക്കി ഒരു ബ്രഷ് കൊണ്ട് ഉരച്ചെടുക്കുകയാണ്. അമ്പലപ്പറമ്പിൽ നിന്ന് ഉത്സവത്തിന് വാങ്ങിച്ച ബ്രഷ് ആയതുകൊണ്ട് ഇതിന്റെ ലിങ്ക് ഇവിടെ ടാഗ് ചെയ്യാൻ എന്റെ ഇല്ല. ചേട്ടനാണെങ്കിൽ ഇതേ കത്തി മുറിച്ച് വെക്കണ ഒരു സാധനം അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ വാങ്ങിച്ച 2 പ്രൊഡക്റ്റിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ചേട്ടൻ അരിഞ്ഞും തന്നെ കേട്ടോ. ഞാൻ ഇടിയപ്പ ചമ്പി വെച്ച് ആവി കയറ്റിയാണ് കേട്ടോ ഈ മധുരക്കിഴങ്ങ് പുഴുങ്ങുന്നത്. വെള്ളം ഒഴിച്ച് പുഴുങ്ങിയെടുത്താൽ ഇതിന്റെ ഗുണമൊക്കെ പോകും. ഒരു 10 മിനിറ്റ് നല്ലോണം ആവി കയറ്റിയാൽ നല്ല സെറ്റപ്പ് ആയിട്ട് കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് ഹൽവ എടുത്തതാണ് കേട്ടോ. ഇതും അമ്പലപ്പറമ്പിൽ ഇത് വാങ്ങിച്ചാണ്. അപ്പോൾ കറുത്തതും ഉണ്ട്, പിന്നെ ഓറഞ്ച് കളറും ഒക്കെ ഉണ്ട്. ഓറഞ്ച് തന്നെ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. നമ്മുടെ നട്ട്സ് ഒക്കെ ഉള്ളതും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്. ഇത്രയും മധുരമുള്ള ഹൽവയിൽ ലഡു അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കുഞ്ഞപ്പൻ തിന്നൂല കേട്ടോ. വെറുതെ വന്നൊരു കടിയും കടിച്ചു പോയതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഓടിച്ചെന്നത് രാവിലത്തെ കറിയൊക്കെ ഒന്ന് ചൂടാക്കി. ഉച്ചക്കത്തെ ചിക്കൻ കറിയും രാവിലത്തെ വെള്ളക്കടലയുടെ കറിയാണ് കേട്ടോ. അത് ചൂടാക്കി മാറ്റി പാല് തിളപ്പിച്ചപ്പോൾ ചേട്ടൻ പറയുക ചായ വെക്കേണ്ടടി, ബൂസ്റ്റ് ഇട്ടാൽ മതി എന്ന്. അങ്ങനെ ബൂസ്റ്റും കലക്കി കൊണ്ടുവന്ന് വെച്ചു. മധുരക്കിഴങ്ങ് നല്ലോണം വെന്ത് വന്നേ. അപ്പൊ അതിന്റെ തൊലി പൊളിച്ചിരുന്ന് ഞങ്ങൾ തിന്നാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹൽവ തിന്നില്ലെങ്കിലും ഇത് കുഞ്ഞപ്പൻ ഇച്ചിരി തിന്നേ.